സാമ്രാജ്യവയലിലെ തളരാത്ത വേലക്കാരായി ഇതാ അനേകം വൈദികർ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ മുഖം അനേകർക്ക് പങ്കുവെക്കുന്നു. സുവിശേഷത്തിന്റെ സുഗന്ധം അവർ ലോകമെങ്ങും നിറയ്ക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് വടകരൈ എന്ന സ്ഥലത്ത് അൻപു ഇല്ലം എന്ന MCBS സഭയുടെ അഗതി മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ രാജേഷ് വയലുങ്കൽ MCBS. തെരുവുകളിൽ ആരോരുമില്ലാതെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളായ അനേകം മക്കൾക്ക് ആശ്രയമാകുന്ന ഈ ശുശ്രൂഷയെക്കുറിച്ചും തന്റെ ദൈവവിളിയുടെ ആഴങ്ങളെക്കുറിച്ചും രാജേഷ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. രാജേഷ്, ശാലോം TV-യിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ രാജേഷ് വയലുങ്കൽ MCBS. രാജേഷ് അച്ഛൻ ഭാഗമായിരിക്കുന്ന MCBS സഭയെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ദിവ്യകാരുണ്യ മിഷണറി സഭ, ഞങ്ങളുടെ സഭ പെരിയ ബഹുമാനപ്പെട്ട ആലക്കുളത്തിലച്ഛനും പറയടത്തിലച്ഛനും സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ഈ സഭയുടെ കാരിസം ടു ലിവ് ആൻഡ് പ്രൊക്ലെയിം വാട്ട് വി സെലിബ്രേറ്റ്. ഞങ്ങൾ ആഘോഷിക്കുന്ന പരിശുദ്ധ കുർബാന ജീവിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുക. ഇത്ര ചുരുക്കത്തിൽ ഇത്ര ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ദിവ്യകാരുണ്യ സഭയാണ്. ദിവ്യകാരുണ്യ പരിശുദ്ധ കുർബാന ജീവിക്കുകയും ആഘോഷിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുക. അത്രേ ഉള്ളൂ. രാജേഷച്ചൻ്റെ വീട് എവിടെയാണ്? ചങ്ങനാശ്ശേരി വരൂർ പള്ളിക്ക് അടുത്താണ്. രാജേഷച്ചൻ ഇപ്പോൾ MCBS-ൻ്റെ തന്നെ ചെങ്കോട്ടയിൽ അല്ലേ? അതെ. പുനലൂർ അപ്പുറം തമിഴ്നാട്ടിൽ ചെങ്കോട്ടയിലുള്ള അൻപു ഇല്ലം അവിടെ ഒരു കുട്ടികളുടെ അല്ലേ? കുട്ടികളുടെ അല്ല, അൻപു ഇല്ലം തെരുവിലരയുന്ന മാനസിക രോഗികളായ മക്കൾ, ജട പിടിച്ച് നടക്കുന്ന മക്കൾ. ഇന്നിപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ളത് കാണാൻ പറ്റത്തില്ല. കാര്യം നവജീവൻ പോലെ, പി തോമസേട്ടൻ്റെ നവജീവൻ പോലെ അങ്ങനെയുള്ളതൊക്കെ സ്ഥാപനങ്ങൾ വന്നത് കാരണം ആകാശപ്പുറവ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുറ്റിക്കലച്ചനെ പറയാതെ ആകാശപ്പുറവ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അപ്പം ഉള്ളത് കൊണ്ട് കുറ്റിക്കലച്ചൻ്റെ പ്രചോദനത്താൽ ആകാശപ്പറവുകൾ എന്നൊരു പേര് തന്നെ കുറ്റിക്കലച്ചനാണല്ലോ. മദർ തെരേസയിൽ നിന്നുള്ള ഡയറക്റ്റ് പ്രചോദനമാണ് നമ്മുടെ ചെന്നായിപ്പാറ ആശ്രമം തന്നെ. അപ്പം അങ്ങനെയൊക്കെ ചെന്നായിപ്പാറ ആശ്രമമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം മക്കൾ തെരുവിൽ അങ്ങനെ അധികം പേരെ കാണാനില്ല. പക്ഷേ തമിഴ്നാടിൻ്റെ സ്ഥിതിവിശേഷം അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസവും തെങ്കാശി പള്ളിയുടെ മിഖേൽ മാലാഖ പള്ളിയുടെ താഴെ ഒരു അപ്പച്ചൻ കിടന്നു. അപ്പച്ചൻ്റെ ദേഹം മുഴുവൻ, അപ്പച്ചൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ, കിടക്കുന്ന സൈഡ് മുഴുവൻ പുഴു പിടിച്ച് കിടക്കുന്നു. അവസാനം എനിക്ക് പോലും കാണാൻ പറ്റിയില്ല. ഉപേക്ഷയുടെ ഒരു പാവം ഉണ്ടോ എന്ന് എനിക്കൊരു പേടി തന്നെയുണ്ട്. കാര്യം അപ്പച്ചനെ കണ്ടു കിട്ടുന്നത് ഒത്തിരി ലേറ്റായ. അവിടെ അപ്പച്ചനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാനും എൻ്റെ സിസ്റ്റേഴ്സും ഞങ്ങളുടെ ടീമും എല്ലാം കൂടെ പോയി കുളിപ്പിച്ച് റെഡിയാക്കി ആ ഈശോയെ പരിചരിച്ച് ഈശോയ്ക്ക് വെള്ളം കൊടുത്തപ്പോഴത്തേക്ക് ആ അപ്പച്ചൻ മരിച്ചുപോയി. അപ്പം തീർച്ചയായിട്ടും അൻപുല്ലത്തിലേക്കൊരു ശുശ്രൂഷയിലാണ് ദൈവം എന്നെ നിയോഗിച്ചേക്കുന്നത്. അച്ഛാ, തീർച്ചയായിട്ടും ആ അൻപു ഇല്ലം അല്ലേ? അൻപു ഇല്ലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയണം. നമ്മുടെ അച്ഛനോടുള്ള ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് പറയണം. എങ്കിലും ഞാൻ അച്ഛൻ എനിക്കറിയാവുന്നിടത്തോളം സാധാരണ വൈദികരെ പോലെ ഒരു +2 കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനാവാൻ പോയ ആളല്ല. കാരണം ഒത്തിരി വർഷങ്ങൾ. എത്രാമത്തെ വയസ്സിലാണ് സെമിനാരി പരിശീലനത്തിന് പോയത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിൽ പോയത്. അവിടെ തിരിച്ചു വന്ന്? ഇല്ല, എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് 30 വയസ്സോ 25 വയസ്സോ ഒക്കെ ഉള്ള സമയത്ത് 29 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരി ജോയിൻ ചെയ്യുന്നത്. 29 വയസ്സിൽ നല്ല അച്ഛനല്ലാത്ത നല്ല സ്വഭാവമുള്ള രാജേഷിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും എൻ്റെ റൈജു സാറേ ശരിയാണ്. എത്രാമത്തെ വയസ്സിലാണ്? 29ാമത്തെ വയസ്സിലാണ്. 29ാമത്തെ വയസ്സിലാണ്. എനിക്കുള്ള വീടിൻ്റെ പശ്ചാത്തലത്തിലും സാധാരണ ആളുകളിൽ നിന്ന് അച്ഛന് വ്യത്യാസമുണ്ട്. അച്ഛൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ചാച്ചനും മമ്മിയും ഒരു പെങ്ങളുമാണ് ഉള്ളത്. അതിൽ അച്ചാച്ചൻ മരിച്ചുപോയി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. പിന്നെ പെങ്ങളെ കെട്ടിച്ചു വിട്ടു. പിന്നെയുള്ളത് പെങ്ങളാണ് ഇപ്പം മമ്മിയെ നോക്കുന്നത്. നിങ്ങൾ 2 മക്കളാണ്? ഞങ്ങൾ 2 മക്കൾ. പെങ്ങളാണ് ഇപ്പം അമ്മയുടെ അടുത്ത്. ഏക മോനാണ്.
അതെ, മോനാണ് 29ാമത്തെ വയസ്സിൽ ഇങ്ങനെ MCBS സഭയിൽ ചേരാൻ തീരുമാനിച്ചത്. തമ്പുരാൻ്റെ കൃപയാൽ. എങ്ങനെയാണ് ദൈവവിളിയിലേക്ക് വരാൻ കാരണം? ഇപ്പോൾ വൊക്കേഷൻ പ്രൊമോഷൻ അച്ഛൻ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വേദപാഠം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് അച്ചാച്ചൻ്റെ പേര് എഴുതി കൊടുത്ത വിദ്വാനാണ് ഞാൻ. അപ്പം സ്വന്തം പേരിന് പകരം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ സഭയെക്കുറിച്ചോ, സാധാരണ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി എന്ന നിലയിൽ പോകുമായിരുന്നു. പക്ഷേ എൻ്റെ അച്ചാച്ചൻ മരിച്ചു. അതിനുശേഷം മമ്മിക്ക് ആകെയുള്ള പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ആകെയുള്ള മമ്മി രോഗബാധിതയായി. ഇവിടെ തലയിൽ ഒരു ട്യൂമർ കണ്ടു. അപ്പം അതിൻ്റെ വിഷമമൊക്കെ ആയി. ഞാനാകെ ജീവിതത്തിൽ വിഷമിച്ച് പോയ കുറേ സന്ദർഭങ്ങളുണ്ട്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിച്ച് പോയ സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് എൻ്റെ ഓറിയൻറ്റേഷൻ ഞാൻ ഈ നമ്മുടെ വേണാട് എക്സ്പ്രസ് ആകുന്നതിന് മുമ്പ് സാധാരണ ഒരു വേണാടുണ്ടായിരുന്നു. അപ്പം വേണാടിലുള്ള തെരുവ് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വലിയ കൂട്ടൊക്കെ ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവരുമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നെ ജീസസ് യൂത്തുമായിട്ട് അടുപ്പിക്കുന്നത്. ജീസസ് യൂത്തിൽ ജിമ്മ് എന്ന് പറഞ്ഞപ്പോൾ OCD അച്ഛനാണ്. അവരെല്ലാം കൂടുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ്. ഈ പിള്ളേരുമായിട്ടുള്ള ബന്ധം, ചങ്ങനാശ്ശേരി പിള്ളേർ, ഈ സ്ട്രീറ്റ് പിള്ളേരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധമുള്ള, അവരെങ്ങനെയുള്ള പാവങ്ങളോടൊക്കെ കരുണാർദ്രമായിട്ട് ഇടപെടുന്ന ഒരു പറ്റം യുവാക്കളെ ജീസസ് യൂത്തിൽ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെയുള്ള യുവാക്കളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ വർക്കീസ് വർഷിപ്പ് എന്നൊരു ചിന്തയിൽ ഓടിപ്പോകാൻ നടന്നിരുന്ന എനിക്ക് അവിടെ ഒരു ദൈവാനുഭവത്തിൻ്റെ വലിയ ശക്തിവിശേഷം അനുഭവിച്ചറിയാൻ പറ്റി. അങ്ങനെ ചെത്തിപ്പുഴയിലെ തിരുഹൃദയ ദേവാലയത്തിൻ്റെ മൈതാനത്ത് ഞങ്ങൾ ഒരുമിച്ച് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടാകുന്ന ദൈവാനുഭവത്തിൽ, കൂട്ടായ്മയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശം ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അതിലൂടെയാണ് ജീസസ് യൂത്ത് അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷൻ ജീസസ് യൂത്തിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷൻ, സഭയിലൂടെ കിട്ടിയിരിക്കുന്ന വിഷനും ടു റീച്ച് ഔട്ട് എന്നതാണ്. സാധാരണപ്പെട്ട മനുഷ്യരിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള. ജീസസ് യൂത്തിലാണെങ്കിലും പോലീസ് ബാബു ചേട്ടനെ അങ്ങനെ പലരെയും കാണാൻ പറ്റും. അങ്ങനെ ജീസസ് യൂത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അതിന് മുൻപ് തന്നെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീസസ് യൂത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ചങ്ങനാശ്ശേരി ജീസസ് യൂത്ത് പ്രോ ലൈഫിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വാഴപ്പറമ്പിലെ ഷാജി ചേട്ടനുണ്ട്. ഷാജി ചേട്ടൻ ഒരു ദിവസം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. വിഷമിച്ചിരുന്ന അവസ്ഥയിലാണെങ്കിലും പുള്ളി പറഞ്ഞ ബുദ്ധിമുട്ടോടുകൂടി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു റൗണ്ടാനയുണ്ട്. ആ റൗണ്ടാനയിൽ ഒരു മനുഷ്യൻ വടി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ മനുഷ്യനെ ഇവരെല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഇവരെല്ലാം പുറത്തു പോയപ്പോഴത്തേക്കാണ് ഡോക്ടർ നോബിൾ വന്നിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, അപ്പനെ ഇങ്ങനെ നടത്തിയിരിക്കുകയാണ്, ശ്രദ്ധിക്കേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കാലിൽ പഴയ കുഴിക്കക്കൂസിൽ പുഴു കാണും, അതുപോലെ കാലിൻ്റെ ഇത്രത്തോളം സൈഡ് പുഴു മുരച്ചിരിക്കുക. അപ്പം അതുപോലെ ഭയങ്കര സ്മെല്ലും. ആ മനുഷ്യൻ്റെ മകനെന്ന് പറഞ്ഞത് അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇതായിരുന്നു. ഈശോ തന്നെയായിരുന്നു അന്ന് ആ മനുഷ്യനായിട്ട് എൻ്റെ മുമ്പിൽ വന്നത്. ഈശോയുടെ മകനാണ് ഞാൻ എന്നൊരു വലിയ ബോധ്യത്തിലൂടെ അവിടെ തൊട്ടാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ജീസസ് യൂത്തിലാണേലും ജീസസ് യൂത്തിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികളിൽ, പലതരത്തിലുള്ള ഔട്ട്റീച്ച് മിനിസ്ട്രികളിൽ പങ്കുകാരായി അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം കുളത്തുവയിൽ ധ്യാനിക്കാൻ പോയി. അന്ന് CJ വർക്കി അച്ഛനാണ്, കുളത്തുവയലിലെ CJ ഡയറക്ടർ അച്ഛനായിരുന്നു ധ്യാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊരു ഇന്ന് ചേട്ടനെ പോലെ നല്ല കട്ടിമീശയൊക്കെ ഉള്ള സമയമാണ്. ആ സമയത്ത് നിൽക്കുന്നപ്പം എന്നോട് ചോദിച്ചു, ഇനിയും സെമിനാരി പോയില്ലേ എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, പ്രാർത്ഥിച്ചൊരു വചനവും എനിക്കെടുത്തു തന്നു. ആ വചനം ഏശയ്യ 41:9, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, വിദൂര ദിക്കുകളിൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നൊരു വചനഭാഗം കിട്ടിയത്. ആ വചനഭാഗമാണ് എൻ്റെ ദൈവവിളി റിയലൈസ് ചെയ്യാൻ എനിക്ക് കാരണമായെന്ന് ഞാൻ. അച്ഛാ, തീർച്ചയായിട്ടും സന്തോഷം അത് കേൾക്കുമ്പോൾ. പക്ഷേ ചെറിയൊരു ചോദ്യം കൂടി, എങ്ങനെയാണ് MCBSലേക്ക് ഉണ്ടായ വഴി? വളരെ ചെറുതായിട്ട് പറയാം. തീർച്ചയായിട്ടും പറയാം.
MCBS സഭയിലേക്ക് ഞാൻ വരുന്നത് തീർച്ചയായിട്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്ത MCBSലൂടെ ആണെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എൻ്റെ തിരഞ്ഞെടുപ്പല്ല. എന്നാലും അതിനകത്ത് ഒരു നമ്മുടേതായ ഒരു ഭാഗം തരുന്ന തമ്പുരാനുണ്ടല്ലോ. ആദ്യം CMI സഭ പോയി, SVD സഭ പോയി, OCD സഭ പോയി. ഇവിടെ എല്ലാം കുറച്ച് ദിവസങ്ങൾ താമസിക്കാൻ പലപ്പോഴായിട്ട് 2 വർഷങ്ങളിലായിട്ട് എനിക്ക് അവസരം കിട്ടി. ജെസ്യൂട്ടിൽ പോയി. ജെസ്യൂട്ട് മാത്രമാണ് ലേറ്റായി വന്നു എന്നതിൻ്റെ പേരിൽ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ പറഞ്ഞു. ബാക്കി എല്ലാ എൻ്റെ രൂപതയിലുമൊക്കെ പോയി. അങ്ങനെ അന്നത്തെ സമയത്ത് ഇച്ചിരി എക്സ്ട്രീമായിട്ടൊക്കെ ജീവിക്കുന്ന സമയമാണ്. ഡോൺ ബോസ്കോയിൽ പോയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികളുടെ സഹായം മാതാവ് അതിൻ്റെ തിരുനാളായതുകൊണ്ട് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ആയിരുന്നു. അപ്പം MCBC ചെല്ലുന്ന ഒരു ദിവസം രാത്രിയാണ്. അപ്പോൾ അവിടെ കഞ്ഞിയും പയറുമായിരുന്നു. ഞാൻ ഓർത്തു ഇവിടെ ഈ കഞ്ഞിയും പയറൊക്കെ സന്യാസം ഇങ്ങനെ എല്ലാ ദിവസവും ജീവിക്കുന്നതാണെന്ന് കരുതി. അപ്പോൾ MCBCയിൽ ചേരാനൊരു പ്രധാന കാരണമായത് അവിടെ തുടങ്ങി. പിന്നെ MCBSൽ ഏതാണ്ടോ 1 മാസത്തോളം താമസിച്ചു. MCBSലെ ഞങ്ങളുടെ സഭാപിതാവായ പറയടത്തലച്ഛൻ്റെ മുറിയിൽ ഈപ്പിച്ചൻ കിഴക്കേത്തല അച്ഛൻ എനിക്ക് ഒരവസരം തന്നു 1 മാസത്തോളം താമസിക്കാൻ വേണ്ടി. അങ്ങനെ ആ താമസ സമയത്ത് ഉറപ്പായിട്ട് ഞാൻ ഉറപ്പിച്ചു. കരിന്തോളച്ചനും ഒക്കെ ഇതിനിടയിൽ എന്നെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി. ഒരുപാട് നല്ല കുറേ അച്ഛന്മാരെ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെ ഞാൻ MCBS സഭയിൽ ചേർന്നു. പിന്നെ കുറ്റിക്കലച്ചനുമായിട്ടുള്ള ബന്ധവും പരിചയവും തെരുവോരത്തിലുള്ള കുറ്റിക്കലച്ചൻ്റെ ശുശ്രൂഷകളും ഒക്കെ ഒരുപാട് നമ്മളെ ആകർഷിക്കുകയും അതിലുപരിയായിട്ട് പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രീകൃത ജീവിതം അതിലാണ് എന്നെ MCBSലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ആയിഷ, പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വൈകി സെമിനാരിൽ ചേരുന്ന ആളുകളെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പാടാന്നുള്ളത്. അല്ല, പൊതുവെ കാരണം ഒരു പ്രായത്തിൻ്റെ നല്ലൊരു ഫോർമേറ്റീവ് പീരീഡ് കഴിയുന്നത് കൊണ്ടുള്ള ഒരിക്കലും പറ്റത്തില്ല എന്നർത്ഥമില്ല. കാരണം തീർച്ചയായിട്ടും ഇത് കർത്താവിൻ്റെ വഴിയാണ്, കർത്താവിൻ്റെ ഫോർമേഷനാണ്. പക്ഷേ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എങ്ങനെ ഇത്രയും വൈകി ചെന്നപ്പോൾ സെമിനാരിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, അച്ഛനും അത് പ്രായോഗികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ? കാരണം അച്ഛൻ്റെ പ്രായത്തിലുള്ളവരുടെ കൂടെ ആയിരിക്കില്ലല്ലോ ഒരിക്കലും ആദ്യഘട്ട പരിശീലനം എന്ന് പറയുന്നത്. എങ്ങനെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ ദൈവം സഹായിച്ചു? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുണ്ട്. നല്ല ലൈവായിട്ട് മൊബൈൽ ഫോണൊക്കെ വന്ന സമയത്ത് കേരളത്തിലൊക്കെ മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് കോട്ടയം ഭാഗങ്ങളിലൊക്കെ നല്ല എസ്കോട്ടൽ എന്ന് പറയുന്ന ഫോണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫോണൊക്കെ സ്ഥിരം ഉപയോഗിച്ച് നല്ല തഴക്കവും പഴക്കവുമായിരുന്ന സമയത്ത് സെമിനാരി കയറുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് സൈലൻ്റ് ആകുന്നു. പെട്ടെന്ന് സെമിനാരി ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചേരാൻ വേണ്ടി ദൈവം എന്നെ സഹായിച്ചത്. ഓരോ ദിവസവും ദൈവവും എന്നെ സഹായിച്ചത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 10 വർഷത്തെ ഫോർമേഷൻ ഞാൻ സെമിനാരിക്കാർക്ക് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വൈദ്യർക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം തമ്പുരാനാണ് നമ്മളെ സഹായിച്ചത്. എൻ്റെ സഭയിൽ എന്നെ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ മധുരത്തിലും കയ്പിലും ചവർപ്പിലും പുളിയിലും ഒക്കെ കൂടെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എല്ലാം തന്നെ തമ്പുരാൻ തന്ന ഫോർമേഷനായിരുന്നു. ഉത്തമ ബോധ്യമുണ്ട്. ദൈവമാണ് നമ്മളെ ഫോർമേറ്റ് ചെയ്യുന്നതെന്നുള്ള ആ വാസ്തവം. അതുകൊണ്ട് നമുക്ക് ഈ സ്ട്രഗിൾസിനൊക്കെ അതിജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സെമിനാരി ജീവിതം എന്ന് പറയുന്നത് സാധാരണ ജീവിതം പോലെയല്ല. അതിനകത്ത് എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ട്. സന്തോഷവും സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ രീതിയിലുള്ള ഫോർമേഷനിലൂടെ കടന്നു പോകും. അച്ഛൻ്റെ ജീവിതം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ്. കാരണം അത്യാവശ്യം കുറേ ഫോർമേഷൻ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടി. കാരണം അപ്പച്ചൻ്റെ ഈ സ്ട്രഗിളും സാഹചര്യങ്ങളും ഒക്കെ വന്നതോടുകൂടി തന്നെ അമ്മയുടെ ഒരു ശാരീരിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു, പെങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം, ഇതെല്ലാം തന്നെ ഒരു ഫോർമേറ്റീവ് പാത്താണ്. അങ്ങനെ ഒരു ഫോർമേഷനൊക്കെ കിട്ടി. പിന്നെ വന്ന അച്ഛൻ ഇപ്പോൾ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിച്ചപ്പോഴും പല കാര്യങ്ങൾ മിക്സ് ചെയ്താണ് അച്ഛൻ പറഞ്ഞത്. ഒന്ന് ജീസസ് യൂത്ത് സഹായിച്ചു. അതിനിടയിൽ അച്ഛൻ പറഞ്ഞു ഒരു സുഖമില്ലാത്ത ഒരാളെ കൊണ്ട് കാലിൽ മുഴുവൻ പുഴുമെത്തിയിരുന്ന ഒരാളെ കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ അയാൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അയാളുടെ മകനാണെന്ന് തെറ്റിദ്ധരിച്ച് എന്താ അപ്പനെ കൊണ്ടുവരാൻ വൈകിയെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ജിമ്മ്, ഇപ്പോൾ അച്ഛൻ OCD സഭയിൽ അച്ഛനായിട്ടുള്ള ജിമ്മ് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറായിരുന്നു. ജിമ്മിൻ്റെയൊക്കെ ആ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ ജീസസ് യൂത്തിലേക്കുള്ളൊരു വഴിയായി. ജീസസ് യൂത്തിലെ പരിശീലനങ്ങളെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും എന്താ പറയണേ, പല മേഖലകളാണ് അച്ഛൻ പറയുന്നത്. ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്, പക്ഷേ വളരെ സ്പെസിഫിക് ആണ് എൻ്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ ഇത്രയും വിവിധ പരിശീലനങ്ങൾക്ക് ശേഷം ജീസസ് യൂത്തിൻ്റെയൊക്കെ ഒരു ആത്മീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെന്നപ്പോൾ MCBS സഭയിലെ പരിശീലനം എങ്ങനെ വ്യത്യസ്തമായി സഹായിച്ചു? ദൈവം നമ്മളെ
പ്രത്യേകമായി MCBSലൂടെ ഒരു വൈദികനാക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിക്കുന്നു. അത് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അത് വിളിക്കുന്നത് ഒരുപക്ഷെ രൂപതകളിലൂടെയോ കോൺഗ്രിഗേഷനുകളിലൂടെയോ ആയിരിക്കാം. പക്ഷെ അതിനുവേണ്ടി എന്നെ ഒരുക്കിയെടുക്കലായിരുന്നു ആ 29 വരെ നടന്ന എൻ്റെ ജീവിതത്തിലെ ഫോർമേഷൻ. ആ സമയങ്ങളിൽ ജീസസ് യൂത്ത് എനിക്ക് സ്റ്റെപ്സാണ് തന്നത്. എൻ്റെ സഹോദരങ്ങൾ, ജീസസ് യൂത്ത് അല്ലാത്ത സഹോദരങ്ങൾ തന്ന എൻ്റെ സ്റ്റെപ്സാണ് തന്നത്. എൻ്റെ കുടുംബവും തന്നത് അത് തന്നെയാണ് തന്നത്. പക്ഷേ സെമിനാരി ഫോർമേഷൻ എനിക്ക് കിട്ടിയത് എൻ്റെ തികഞ്ഞ ബോധ്യം ഇൻ്റലക്ച്വൽ ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഹ്യൂമൻ ഫോർമേഷൻ എന്നതിലൊക്കെ ഉപരിയായിട്ട് സ്പിരിച്വൽ ഫോർമേഷൻ തന്നെയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു. നമ്മളും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കണം എന്ന കറക്റ്റായ ബോധ്യം സന്യാസ ജീവിതത്തിൽ ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ടു റീച്ച് ഔട്ട് അല്ലെങ്കിൽ ടു സെൻറ്റ് ഈ താബോർ മല അനുഭവത്തിലായിരുന്നു കൊണ്ട് താബോർ മലയിൽ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ പത്രോസിൻ്റെ പ്രലോഭനത്തെ നേരിട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ പോലെ മുകളിലായിരുന്നു കൊണ്ട് ദൈവാനുഭവത്തിലായിരുന്നു കൊണ്ട് താഴേക്ക് ഇറങ്ങി ജനത്തോടു കൂടി ആയിരിക്കാൻ വേണ്ടിയുള്ള ഫോർമേഷൻ. അപ്പം അങ്ങനെ ഒരു ഫോർമേഷനിലാണ് ഞങ്ങളുടെ സഭ എന്നെ വളർത്തിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായ ഒരു ഏരിയ, വ്യത്യസ്തമല്ല തീർച്ചയായിട്ടും എന്നോട് ചേർന്ന് പോകുന്ന ഏരിയയാണ്, പക്ഷേ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനത് ചോദിക്കുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള. കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഒരു 29 വയസ്സിന് ശേഷം വൈദിക പരിശീലനത്തിന് പോയി. MCBS സഭയിൽ അച്ഛനായിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ട്? എന്നാ അച്ഛനായത്? ഞാൻ 2015 ഡിസംബർ 29, ഏകദേശം 3 വർഷം ആയി. 2015 ഡിസംബർ 29, 3 വർഷമായി വൈദികനായിട്ട്. പക്ഷേ മുമ്പ് പറഞ്ഞല്ലോ ആ ഒരു പ്രായത്തിൽ വൈദിക പരിശീലനത്തിന് വന്നുള്ള സ്ട്രഗിൾ ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ ഇങ്ങനെ വൈദികനായി ജീവിക്കുക എന്ന് പറയുന്നത്, അതിന് ഒന്ന് ലോകത്തിൻ്റെ മുഴുവൻ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒപ്പം വീടിനെക്കുറിച്ചുള്ള സ്വാഭാവികമായ ആലോചനകളും ചിന്തകളൊക്കെ നമുക്ക് വരാം. അമ്മ അങ്ങനെയുണ്ട്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവാം. എന്താണ് ഇതിൻ്റെ ഒരു ഊർജ്ജ സ്രോതസ്? എന്താണ് ഇതിൻ്റെ ഒരു ബലം മുമ്പോട്ട് പോക്കിൻ്റെ? പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവന് തകരേണ്ട കാര്യമില്ല. അവൻ നമ്മളെ പരിശുദ്ധ കുർബാനയുള്ള ആശ്രയം, ടു ബി വിത്ത് ഹിം ടു ബി ബ്രോക്കൺ. നമ്മൾ മുറിച്ചു കൊടുക്കപ്പെടാൻ വേണ്ടി മുറിയപ്പെടുന്ന അപ്പം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഇത് MCBS സഭയുടെ കാര്യസം മാത്രമാണോ എന്ന് ചിന്തിക്കാതെ ഇത് ഓരോ കാത്തലിക്, ഓരോ ക്രിസ്ത്യാനിയും ചെയ്യാൻ വേണ്ടി ഈശോ തന്നിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാവുക. ലൂമൻ ജെൻസിയം 11 പറയുന്നത്, വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉച്ചകോടിയും പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ച് നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പകരമാകില്ല. മറിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളും നമ്മുടെ കരിസ്മാറ്റിക് അനുഭവവും ഒക്കെ പരിശുദ്ധ കുർബാനയിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതശൈലി ആണ് ഒരുവനെ രൂപപ്പെടുത്തുന്നതെങ്കിൽ അത് ഒരു അൽമായ സഹോദരനായിരുന്ന എന്നെ ഒരു പ്രീസ്റ്റാക്കി രൂപപ്പെടുത്തിയത് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃത ജീവിതം. അച്ഛാ, ഞാൻ മുമ്പ് തീർച്ചയായിട്ടും MCBSൻ്റെ ആണ് എന്ന് പറയാൻ വരികയല്ലേ, മറിച്ച് എല്ലാ ക്രിസ്ത്യാനിയുടെ, അച്ഛൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്, എല്ലാ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ബലമാവണം വിശുദ്ധ കുർബാന, ഒരു സംശയമില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോൺഗ്രിഗേഷൻ കൂടി ആയതുകൊണ്ട് അച്ഛൻ പറയുന്ന വാക്കുകൾക്ക് ഒരു ആധികാരികതയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ അതിനെ വീണ്ടും ഞാൻ അതിൽ തന്നെ പിടിക്കുക. എങ്ങനെയാണ് അച്ഛാ ഇത് അച്ഛൻ പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവാൻ അച്ഛൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ, ജീവിത പ്രലോഭനങ്ങളിൽ, ജീവിതത്തിൻ്റെ തളർച്ചകളിൽ, വേദനകളിൽ എങ്ങനെ വിശുദ്ധ കുർബാന അച്ഛനെ സഹായിക്കും? ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. എൻ്റെ പരിശുദ്ധ കുർബാന ജീവിതത്തിലെ ഒരു അനുഭവം വേണം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതായിരിക്കുമല്ലോ കൂടുതൽ. മധു കേരളത്തിൽ കൊല്ലപ്പെട്ട ദിവസം ഓർമ്മയുണ്ടോ? നമ്മുടെ വയനാട്ടിൽ ദിവസം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ട്. ആ ദിവസം തന്നെ എനിക്ക് ചെങ്കോട്ട പൻപൊളി അടുത്തു നിന്ന് ഒരു കൊച്ചനെ കിട്ടി. അവൻ്റെ പേര് ലക്ഷ്മണ. വയറെല്ലാം ഊട്ടി വലിഞ്ഞ് ജടയെല്ലാം ഇട്ട് കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു മനുഷ്യ കോലം മാതിരി ഒരുത്തൻ. ആ ഈശോയെ ഞാൻ കാണുന്നത് വളരെ ബൈ ചാൻസിലാണ് കാണുന്നത്. ആ ഈശോയെ ഞാൻ കണ്ടു. ഈശോ എന്നോട് എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അതിന് മുമ്പ് അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള ശാപ്പാട് പൊതികൾ എല്ലാം തീർന്നു. അപ്പോഴേക്കും ഞാൻ ഒരാളെ അവിടെ വന്നൊരു ബൈക്കുകാരനെ
കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞു അവന് പൈസ കൊടുത്തിട്ട് എനിക്ക് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവന് ഭക്ഷണം വളരെ വിശപ്പോടുകൂടി അവൻ ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് അന്ന് തന്നെ പോലീസിൻ്റെ സഹായത്തോടും അവൻ എൻ്റെ കൂടെ തന്നെ വന്നു. പിന്നെ പോലീസിൻ്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി കൊണ്ടുപോയി സിസ്റ്റേഴ്സ് വന്നു, അവനെ വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നു. ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ക്ലിയറായി. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, കന്നഡയും ആന്ധ്രയും ഒക്കെ കലർന്ന വർത്താനം, തെലുങ്കും ഒക്കെ ചേർന്നുള്ള വർത്താനം അവൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവന് മക്കളുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, അവൻ്റെ സ്ഥലം റേച്ചൂരാന്ന് പറഞ്ഞു. ഞാൻ ഇവനെ സമർപ്പിച്ച് ഒരു ദിവസം പ്രാർത്ഥിച്ചു, പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ലക്ഷ്മണാണ് ബലിയർപ്പിക്കുന്നതെന്ന രീതിയിലാണ്. അവനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവമേ അവന് ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവൻ എന്തൊരു വിഷമമായിരിക്കും. ഇപ്പോൾ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ, അന്നത്തെ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ മുഴുവൻ സാധാരണ തുടക്കം സീറോ മലബാർ കുർബാനയാണ് അർപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ കർത്താവേ രാജാവേ തുടങ്ങി മുഴുവൻ സങ്കീർത്തന ഭാഗവും ഞാൻ കുർബാന അർപ്പിക്കും. ചിലപ്പോൾ 1-2 മണിക്കൂറുകളൊക്കെ പോകും. ആ 1-2 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ വരെ നീണ്ട കുർബാന കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ ഞങ്ങൾ ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാറുള്ളൂ. ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് ഉൾപ്പെടുന്ന എൻ്റെ ടീമും പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അത് കഴിഞ്ഞേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. അന്നത്തെ കുർബാന അർപ്പണത്തിൽ മുഴുവൻ ലക്ഷ്മണായിരുന്നു എൻ്റെ ചിന്ത. ലക്ഷ്മണനെ സമർപ്പിച്ചുകൊണ്ടാണ് ബലിയർപ്പിച്ചത്. ലക്ഷ്മണന് വേണ്ടി ബലിയർപ്പിച്ചത്. അവൻ്റെ വീട് കണ്ടെത്തണമല്ലോ. തിരിച്ച് വന്നതിന് ശേഷം അപ്പോഴേക്കും തലേദിവസം പറഞ്ഞിരുന്ന പോലെ ഒരു റേച്ചൂർ ട്രെയിൻ ഇവിടുന്ന് ബോംബെ ജയന്തി കയറി റേച്ചൂർ ഇറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ദിവികാരനാഥനോട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് കൊല്ലത്തു നിന്നാണ് വണ്ടി കയറുന്നത്. അതുകൊണ്ട് കൊല്ലത്ത് ഹോളി ക്രോസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ എൻ്റെ വണ്ടി ഇടും. അവിടെ ഇട്ട് ഒരു എങ്ങനെയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരും. അപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ വരണേ. ഇതുപോലെ തന്നെ കറക്റ്റ് ട്രെയിൻ വന്നു. ഞാൻ ആ ട്രെയിനിൽ കയറിയിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കുർബാനയെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഞാനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റേച്ചൂർക്കാരൻ ഇരിക്കണം. കാര്യം എനിക്ക് കന്നഡ അറിയില്ല, അല്ലെങ്കിൽ അവരുടെ തെലുങ്ക് അറിയത്തില്ല. അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ഒരാൾ വേണേ. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നത് ഒരു പെന്തക്കോസ്ത് സഹോദരിമാരാണ്. അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. പക്ഷേ അവരങ്ങ് കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് മുന്നോട്ട് പോകുന്നപ്പോഴത്തേക്ക് അവരിറങ്ങിപ്പോയി. വേറൊരുവൻ കയറി വന്നു, ഒരു അനന്തു. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന രസം, നല്ല വണ്ണമുള്ള ആളായതുകൊണ്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പം എൻ്റെ ദേഹത്ത് മുട്ടി. അപ്പോൾ അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം അദ്ദേഹം സോറി പറഞ്ഞു. സോറി പറഞ്ഞപ്പോഴത്തേക്ക് സോറി സാറെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സാറല്ല, ഞാനൊരു ഫാദറാണ്. അപ്പോൾ ഫാദർ എവിടെ പോകുന്നു? ഞാൻ റേച്ചൂർ പോകുന്നു. ഞാനും റേച്ചൂരാ ഫാദർ എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴും ഇവിടുന്ന് പോയപ്പം ഒരാളെ കണ്ടുകിട്ടി. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ ഞാൻ കുർബാനയെ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഫ്രഷ് ആകാൻ ആരെയും എനിക്ക് കർത്താവെ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആരെയും എനിക്ക് കിട്ടണം. അവിടെ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് അവിടെ പോയി ഇവൻ്റെ വീട് കണ്ടുപിടിക്കുന്നവരെ ഒരു വണ്ടി വേണം. എനിക്കവിടെ അൻപൂലത്തിലൊരു ബൊലേറോ കാറാണ് സഭ എനിക്ക് തന്നേക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യം ഒരു സഹകരണവും ഇല്ലാത്ത, ഫോൺ വിളിച്ചപ്പോൾ ഒരു സഹകരണവും കാണിക്കാത്ത സിസ്റ്റേഴ്സാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു. എൻ്റെ കാറ് പോലെ തന്നെ ഒരു ബൊലേറോ കാർ അവിടെ കിടക്കുന്നു. എൻ്റെ സിസ്റ്റേഴ്സിനെ പോലെ തന്നെ 2 സിസ്റ്റേഴ്സ് എന്നെ സഹായിക്കാൻ വേണ്ടി പോകുന്നു. ഒരു പരിചയമില്ലാത്ത അച്ഛനെ വേണ്ടി പോകുന്ന വഴി കിലോമീറ്ററുകൾ കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് നാടൻ റോഡിലേക്ക് കയറി. നാടൻ റോഡിലേക്ക് കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ആശാ വർക്കേഴ്സ്, ഗവൺമെൻറ് ലോ ലെവലിലുള്ള വർക്കേഴ്സ് 2 പേര് അങ്ങോട്ട് പോവുകയാണ്. അവർ കൈ കാണിച്ച് ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അവരുടെ നാട്ടിലധികം വണ്ടി വന്നിട്ടില്ലാത്ത അവർക്ക് ആഘോഷം. അവിടെ കയറി. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു, ലക്ഷ്മണനെ അറിയുമെന്ന്. ലക്ഷ്മണൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ് ഞാനെന്ന് ആ വന്ന സ്ത്രീ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ലക്ഷ്മണനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ്, 2 വർഷമായിട്ട് അവിടെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീ, അപ്പനെ കാത്തിരിക്കുന്ന 3 മക്കള്, അവർ ആ കുടുംബം ആ നാട് മുഴുവൻ കടന്നു വരിക. അവരോട് ഈശോയുടെ സുവിശേഷം പറയാൻ എനിക്ക് സാധിക്കുക. എനിക്ക് കന്നഡയില്ല, എനിക്ക് തെലുങ്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കന്നഡ അറിയാവുന്ന സിസ്റ്റേഴ്സ്, ഈശോയുടെ സ്നേഹമാണ് നിങ്ങളെ വീണ്ടും ഒരുമപ്പെടുത്തി എന്ന് പറയുന്നത്. ദിവികാരനാഥനാണ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നു. പരിശുദ്ധ കുർബാന അനുഭവം മാത്രമാണ് എനിക്ക് വേണ്ട ശക്തിയും ഓജസ്സും തേജസ്സും എല്ലാം തരുന്നത്. അത് മാത്രമാണ്. അച്ഛാ, ലക്ഷ്മണൻ്റെ ആ ഒരു ജീവിതകഥ ഏറ്റവും ഹൃദയസ്പർശിയാണ്. കാരണം അങ്ങനെ ഒരാൾക്ക് അയാളുടെ കുടുംബം കാത്തിരുന്ന കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ദിവ്യകാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ഒരിക്കലും തളരേണ്ടി വരില്ല എന്ന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ എല്ലാത്തിൻ്റെയും ശക്തി, അച്ഛനത് ഞാൻ ചോദിച്ചതുപോലെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചതിന് അച്ഛൻ തന്നെ മറുപടി വളരെ മനോഹരം. കാരണം
വിശുദ്ധ കുർബാന മധ്യേ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് വലിയ അത്ഭുതമായി മാറുകയാണ് ഇത്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാന, ക്രിസ്ത്യാനിയുടെ ജീവിതമായ വിശുദ്ധ കുർബാന, അത് വലിയ ബോധ്യമാണ് അച്ഛൻ പറഞ്ഞത്. എൻ്റെ ഈ എപ്പിസോഡിൽ തീർച്ചയായിട്ടും അച്ഛനോടൊപ്പമുള്ള മറ്റൊരു എപ്പിസോഡ് കൂടി നമുക്കുണ്ട്. ആ എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെങ്കോട്ടയിലെ അൻപു ഇല്ലത്തിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എങ്കിലും അതിന് മുമ്പുള്ള എൻ്റെ ഒരു ചോദ്യം, അച്ഛൻ ഒരു ചെറുപ്പക്കാരനായി 29 വർഷം ഇരുന്ന ഒരു പ്രായത്തിലാണ് വൈദികനാവാൻ പോയതെന്ന് നമ്മൾ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞല്ലോ. വൈദികനായ അതിനുശേഷം ആ വൈദിക ജീവിതത്തെക്കുറിച്ച് അച്ഛന് പറയാൻ തോന്നുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന തന്നെയാണ്. അതിനേക്കാളും എൻ്റെ ആദ്യ പരിശുദ്ധ കുർബാന അനുഭവം തന്നെ ഞാൻ പറയാം. തീർച്ചയായിട്ടും തലേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച, ഞങ്ങൾ 2 ഡീക്കന്മാരാണ്, ജെറിനച്ഛനും ഞാനും. ഞങ്ങൾ 2 പേരുമാണ് അന്ന് കുർബാന അർപ്പണം നടത്തുന്ന ഒരു പ്രഥമ. അപ്പം ഞങ്ങൾ 2 പേരും പോയി. രാത്രിയിൽ ഏതൊക്കെ സമയത്ത് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്ക് പള്ളി വരും. എനിക്കൊന്നും സെയിം അനുഭവം തന്നെയാണ് ജെറിനച്ഛൻ്റെയും. ഞങ്ങൾ 2 പേരും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. പള്ളി വരും, വീണ്ടും. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈശോയോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ യോഗ്യനല്ല, ഞാൻ അയോഗ്യനാകുന്നു, ഞാൻ തീർത്തും അയോഗ്യനാകുന്നു, അങ്ങയുടെ കാരുണ്യം മാത്രം എന്നെ അടുപ്പിക്കുന്നതെന്ന് നല്ല തികഞ്ഞ വിശ്വാസം എനിക്കുണ്ട്. ആദ്യത്തെ കുർബാന അർപ്പിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. ആ ഡീക്കനായിട്ട് ആദ്യം മെത്രാനച്ഛൻ്റെ അതിന് മുമ്പ് ഏറ്റവും അടുത്തൊരുക്കുന്നതിലും ആ ദിവസങ്ങളിലെല്ലാം കുമ്പസാരിച്ചു. അന്ന് ഞങ്ങളുടെ സഭയിലെ വിശുദ്ധനെന്ന് ഞങ്ങൾ പരിഗണിക്കുന്ന തെക്കേക്കുറ്റച്ഛനുണ്ട്, കുമ്പസാരക്കാരൻ അച്ഛനാണ്. ആ അച്ഛന് നടന്ന് പോയി കുമ്പസാരിപ്പിക്കാത്ത സ്ഥലങ്ങൾ ഈ ചങ്ങനാശ്ശേരി ഏരിയയിലില്ല. എല്ലാ സിസ്റ്റേഴ്സിനെയും കുമ്പസാരിപ്പിക്കുന്ന ഒരു അച്ഛനാണ് തെക്കേക്കുറ്റച്ഛൻ, വലിയ തെക്കേക്കുറ്റച്ഛൻ. ആ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കുമ്പസാരിക്കായിരുന്നു. കുമ്പസാരിച്ച് 2 വാക്കുകളെ പറഞ്ഞോളൂ. അപ്പോഴേ എൻ്റെ ബോധം പോയതാണോ, ഞാൻ ഉറങ്ങിപ്പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉറങ്ങിപ്പോയി. പാവപ്പെട്ട അച്ഛൻ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുഖത്ത് ഒഴിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉണരുന്നത്. ഞാൻ അവിടുന്ന് വീണ്ടും പള്ളിയിൽ പോയിരുന്നപ്പോഴത്തേക്ക് തിരിച്ച് പിതാവിൻ്റെ കൂടെ പള്ളിയിലേക്ക് വരാനുള്ള സമയമായി, പൊട്ടത്തിന് വരാനുള്ള സമയമായി. അങ്ങനെ വന്ന് ആദ്യം ആൾത്താരയെ സമീപിക്കുന്ന ഓരോ സമയവും എൻ്റെ കാലുകൾ വിറച്ചാണ് ഞാൻ നിന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഉറച്ച കാൽവെപ്പോടെ എന്ന് പറയുമ്പോഴും എനിക്ക് എൻ്റെ ആൾത്താര എന്താണെന്നുള്ള ബോധ്യം എന്നെ മുന്നോട്ട്, ഞാനതിന് അയോഗ്യനാണല്ലോ എന്ന് എൻ്റെ അയോഗ്യതാബോധം എന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണം കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് പ്രത്യേക ഒരു ചൈതന്യമാണ് തമ്പുരാൻ തന്നത്. ബലിയർപ്പണത്തിൽ അൾത്താരയിൽ ചുംബിച്ചതിന് ശേഷം, എനിക്ക് പൗരോഹിത്യ വസ്ത്രം തന്നതിന് ശേഷം, പഴയതല്ല തമ്പുരാൻ തന്ന കാര്യം. പൗരോഹിത്യം തീർത്തും തമ്പുരാൻ്റെ ദാനമാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവം തരും ദാനവും അവിടുന്ന് തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എന്താണല്ലോ അത് ദൈവകൃപയാലാണെന്ന് പറഞ്ഞത് പൗലോസ്ലേഖയ്ക്ക് തന്നെ പറയാനുള്ള കാര്യമല്ല, എനിക്ക് പറയാനുള്ള കാര്യമാണ്. പാപിയായിരുന്ന എന്നെ തമ്പുരാനാണ് തിരഞ്ഞെടുത്തത്, തമ്പുരാനാണ് നടത്തുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പട്ടത്തിൻ്റെ ശ്ലൈഹിക സഭയാണ് കത്തോലിക്ക സഭ. അപ്പോൾ ശ്ലൈഹിക സഭയുടെ ആ ശ്ലൈഹികതയിലൂടെ തമ്പുരാൻ എന്നെ നടത്തി എന്ന് പറയുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ്. താങ്ക് യു അച്ഛൻ. അച്ഛൻ പറയുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ. ഒന്ന്, പൗരോഹിത്യം എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. കർത്താവ് ആണ് അതിന് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും കർത്താവിൻ്റെ ദാനമാണ്. ഈ വാക്കാണ് അച്ഛൻ ഉപയോഗിച്ചത്. ഏറെ ഒരു കൃത്യമായ ബോധ്യം, കൃത്യമായ ഒരു ദിശ എന്ന് തന്നെയാണ് എനിക്കതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഈ ഓരോ വാക്കിലും അച്ഛൻ പറയുന്ന ഒരു പ്രത്യേകമായ കാര്യം, ഒരു തീഷ്ണതയോടെ പറയുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയാണ് അച്ഛൻ വീണ്ടും പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, വിശുദ്ധ ആദ്യ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ഉണ്ടായിരുന്നൊരു വിറയൽ, അത്രയും പരിശുദ്ധമായ, അത്രയും ഉന്നതമായ കൂദാശയെ സമീപിക്കുമ്പോൾ വിറയലോടെ സമീപിക്കുന്നൊരു വൈദികൻ, അച്ഛൻ്റെ വിറയൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ ഹൃദയം നിറഞ്ഞ പങ്കുവയ്ക്കലുകൾക്ക്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തീഷ്ണതയോടെ പറയുന്ന ഈ വാക്കുകൾ, പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാവങ്ങളിൽ ക്രിസ്തുവിനെ, അച്ഛൻ്റെ പല പദപ്രയോഗങ്ങൾ നമുക്ക് ഇത്തിരി അമാനുഷികമായി തോന്നാം. യേശുവിനെ ഞാൻ കണ്ട്, പക്ഷെ സത്യത്തിൽ അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ. ഒരു മാനസിക രോഗിയെ കണ്ടപ്പോൾ, തെരുവിൽ അലയുന്ന ആളെ കണ്ടപ്പോൾ,
ആ ഈശോയെ ഞാൻ അപ്പോഴാണ് കണ്ടത്. ആ ഈശോയ്ക്കാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്. അച്ഛൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരുപക്ഷെ കുറച്ച് അമാനുഷികത തോന്നാമെങ്കിലും അത് അച്ഛൻ്റെ ഹൃദയമാണ് സംസാരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലാണ് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുക, പ്രത്യേകിച്ച് വേദനിക്കുന്നവരിൽ ക്രിസ്തുവിനെ കാണുക. അത് തീർച്ചയായിട്ടും തുടരട്ടെ. അതിൻ്റെ ഒരു മനോഹരമായ ഏരിയയാണ് നമ്മുടെ അൻപു ഇല്ലം. ആ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അച്ഛൻ്റെ ഈ ആദ്യ എപ്പിസോഡിന് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വല